സാറാട്ടാ പിന്നെ എന്തിന്റെ വിശേഷമല്ലോ? ഇന്ന് രാവിലെ എത്തിയല്ലേ? അതെ, 8 മണിക്ക് എത്തി. ഓ, എടാ മംഗലാരത്തേക്ക് വന്നാ? അയ്യോ, മംഗലാരത്തേക്ക് വന്നിട്ട് കഴിയാ. ഭയങ്കര തിരക്ക് ഓണത്തിന്റെ. അത് പറയുന്നുണ്ടായി. ഇപ്പൊ കണ്ണൂരൊക്കെ വന്നിരിക്കും അല്ലെ? കണ്ണൂരൊക്കെ വന്നത്. ടിക്കറ്റും ഭയങ്കര പൈസ നല്ലോണം കൂടി പോയി. പണ്ടത്തെ ടിക്കറ്റ് റേറ്റ് അല്ല ഇപ്പൊ. ശരി. പിന്നെ എന്തിന്റെ വിശേഷമല്ലോ? ഇങ്ങനെ പോകുന്നുണ്ട്. മഴ നല്ല പകരം പെയ്യുന്നുണ്ടല്ലേ? മഴ ഇപ്പൊ ഇന്നെന്ത് മഴ എനിക്ക് നല്ലൊരു മഴ കിട്ടിപ്പോയി. അതന്നെ. അത് ശരി. പിന്നെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് സൂന? ജോലി ഇങ്ങനെ പോകുന്നുണ്ട്. കാസർഗോഡ് തന്നെ ഇപ്പൊ? കാസർഗോഡ്. അതെ, അടുത്തായിപ്പാ. തന്നെ. പിന്നെ നിങ്ങൾ പോയിട്ട് ഇപ്പൊ 15 മാസമായി. 5 മാസമായി. എത്ര പെട്ടെന്നിടും മാസം പോന്നെ. പിന്നെ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ഞാൻ കൊണ്ടുവന്നിട്ട്. എന്താ നിനക്ക് ഞാൻ വരുന്ന്. ഏനു ഇരിക്കറോ? ഞാൻ ഇപ്പൊ ഇവരോട് നിന്നെ ചോദിച്ചതേയില്ലു. മിനിയേച്ചിന്റെ ആരാട്ടാ? ഓനുണ്ടായിനി, അപ്പോഴേ പോയിന്ന് തോന്നുന്നു. സൂന ആകെ 3 കൊണ്ടുവന്നിന്. അതിന് ഒരെണ്ണം മണി രാവിലെ തന്നെ കൊണ്ടുപോയി. രണ്ടാമത് ഏട്ടന് 1 കൊടുത്തു. ഒരെണ്ണം നിൽക്കന്നെ. അയ്യോ, ഞാനടിക്കില്ല. അതെന്ത് നിർത്തിയില്ല? അയ്യോ, അങ്ങനത്തെ പരിപാടി ഇല്ല. 4500 രൂപ സാധനം നിനക്ക് വേണ്ടിട്ട് തന്നെ മാറ്റി വെച്ചത്. അതെയാ? എനക്ക് വേണ്ടല്ലോ, ഞാൻ അടിക്കില്ല. ആ രവി ഇപ്പൊ വന്നിട്ട് പോയതേ ഇല്ലു. എന്നാ പിന്നെ ഓന് കൊടുക്കട്ടില്ലേ ഞാൻ? ഇത് നിനക്ക് തന്നെ വെച്ചതിപ്പാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ രവിനെ വിളിക്കട്ടെ. അല്ല രവി, നീ അങ്ങ് എത്തിയോടാ? ഇതാ നിനക്കൊരു സാധനം ഉണ്ട് ഇവിടെ വെച്ചിട്ട്. എനിക്ക് നേരത്തെ മറന്നേ പോയിനാ. അതിനും ആ പാക്കത്തെ രാധേര മോനുണ്ടല്ലോ, അത് നിന്റെ ഇളയമേര മോനല്ലേ? ഓൻ എൻ്റെ അടുത്താണ് ജോലി ചെയ്യുന്നേ. നല്ല ഉഷാർ കേട്ടോ അവൻ. അതാരാട്ടാ? സുധി. ഏയ്, നീ വന്നു രവി. അല്ല, നേരത്തെ നീ തിരക്കില് പോയില്ലേ? അപ്പളേ ഞാൻ നിനക്കൊരു സാധനം കരുതീനി. അത് ശരി. ഏതായാലും ഇത് നീ എടുത്തോ. പിന്നെ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോകണം. ഇത് സ്കോച്ച് 4500 രൂപ സാധനമല്ലേ? നോക്കി കണ്ടല്ലോ അടിച്ചറ്. വേറെ പുറത്തറിയുമ്പോ പറയും വേണ്ട. ഞാൻ തന്നെ. നീ നേരത്തെ വന്ന് ഞാൻ പോയിക്കോട്ടെ. ബൈക്കില്ലേ, നീ പോയിക്കോ. ശരി.